എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ലൈറ്റ് രജിസ്ട്രേഷൻ 23-ാം തീയതിയോടെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. ലൈറ്റ് രജിസ്ട്രേഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് SC/ST വിഭാഗത്തിലുള്ളവർക്ക് 505 രൂപയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് 730 രൂപയുമാണ് ഫീസ് വരിക. ഇത് ലൈറ്റ് രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ശേഷം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് സ്റ്റെപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന ആ ഒരു കോളേജുകളിലെ വേക്കൻസി പരിശോധിച്ച് നിങ്ങൾ ആ ഒരു കോളേജിൽ വിളിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫീ പേയ്മെൻറ്റ് എന്നുള്ള സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു പത്രക്കുറിപ്പിൽ നൽകിയിട്ടുണ്ട്. അതായത് അപേക്ഷയുടെ അവസാനമാണ് രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്നത്. പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടോ അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അപേക്ഷാ ഫീസ് അടച്ചതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ അനുവദിച്ച എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിക്കാത്തവർക്ക് ഇന്നു മുതൽ ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കായിട്ട് അപേക്ഷയിലെ തിരുത്തലുകൾക്കുള്ള എഡിറ്റിംഗ് സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രസ്തുത ലിങ്കിലൂടെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. നേരത്തെ അഫിലിയേറ്റഡ് കോളേജുകൾ ലഭ്യമാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലെ അപേക്ഷകരുടെ അഭാവത്തിൽ മാത്രമേ ലൈറ്റ് രജിസ്ട്രേഷൻ അപേക്ഷകരെ ഈ ഒരു മെറിറ്റ് അല്ലെങ്കിൽ സംവരണ സീറ്റുകളിലേക്കുള്ള അഡ്മിഷന് പരിഗണിക്കുള്ളൂ. അതിനാൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം ഈ ഒരു രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കുക. വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലെ കോഴ്സ് റിസർവേഷൻ എന്നിവ തിരിച്ചുള്ള സീറ്റ് വേക്കൻസി അഡ്മിഷൻ്റെ ഈ ഒരു പേജിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു വേക്കൻസി എന്നുള്ളത് നോക്കാം. ആദ്യം വേക്കൻസി പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് FIUGP 2024-25 സീറ്റ് വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ ഏത് കോളേജിലെ അഡ്മിഷനാണ് ആഗ്രഹിക്കുന്നത്, ഇത് എയ്ഡഡ് കോളേജും ഗവൺമെൻറ് കോളേജും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എയ്ഡഡ് കോളേജ് ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, ഏതൊക്കെ കോഴ്സുകൾക്ക് ഏതൊക്കെ കാറ്റഗറിയിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. ആദ്യം ഏത് കാറ്റഗറിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് മുകളിലായിട്ട് ഏത് കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതുപോലെ നിങ്ങൾ മറ്റേതെങ്കിലും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി ഈ ഒരു EV മുതൽ EWS വരെയുള്ളതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു കാറ്റഗറി കൂടി നോക്കി അതിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില കോളേജിൽ നിന്നും വിദ്യാർത്ഥികളോട് അലോട്ട്മെൻറ്റ് വഴിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അലോട്ട്മെൻറ്റ് വഴിയല്ല, കോളേജുകൾ നേരിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതും. അങ്ങനെ അഡ്മിഷൻ ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. കാരണം ഈ ഒരു ലൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ എഡിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ നൽകാം. അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ലൈറ്റ് രജിസ്ട്രേഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെ ആപ്ലിക്കേഷൻ നൽകാത്തൊരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഓൾറെഡി അപ്ലൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഫോർ എയ്ഡഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിക്കാവുന്നതും ആണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ലൈറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനായിട്ട് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് സ്ക്രീൻഷോട്ട് സഹിതമുള്ള ഒരു PDF ലഭിക്കുകയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷ നൽകുകയും ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെയുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം തന്നെ ഇതിനു മുമ്പായിട്ട് വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ വേക്കൻസി
വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റും തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം മാത്രം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യും മുമ്പായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ, അതായത് അലോട്ട്മെൻ്റ് അല്ല അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുന്നതിനായിട്ട് എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ പത്രക്കുറിപ്പിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്നും നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.